ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഇത്തരം പോലീസുകാർ ക്രിമിനലുകൾ ഉണ്ട്, ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ആളുമുണ്ട്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതുകൊണ്ടും ഇതിൻ്റെ CCTV അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് പുറത്തായി. ഇപ്പോൾ അയാൾക്ക് സസ്പെൻഷനെങ്കിലും വന്നു. അതല്ല, CCTV ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് അടികൊട്ടെങ്കിൽ, ഇപ്പോൾ റിനേഷ് അടികൊണ്ടത് പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് അയാൾക്ക് CCTV ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ. ഇത്ര മോശപ്പെട്ട ആളുകളെയൊക്കെ പോലീസിൽ ആരാണ് സംരക്ഷിക്കുന്നത്? ഇതെന്തൊരു ക്രൂരതയാണ് കിരൺ. നമ്മുടെ ഇന്നത്തെ എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇതാണ്. ഇത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല, നമുക്കറിയാലോ. കഴിഞ്ഞ കൊല്ലം ജൂണിൽ നടന്ന ഒരു ക്രൂര കൃത്യമായത് 1.5 കൊല്ലമായി ഈ ഒരു ക്രൂരത ചെയ്തിട്ട്. അതായത് ഒരു യുവതി, ഗർഭിണിയായ ഒരു യുവതി 2 കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ വരിക. എന്തിനു വേണ്ടി? തന്റെ ഭർത്താവിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നറിഞ്ഞു. ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കാണുന്നത് തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ. അതിന് ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ പോലീസ് ഈ പോലീസുകാരൻ നിന്നൽ എന്ത് ചന്ദ്രന, പ്രതാപ് ചന്ദ്രൻ, ഇങ്ങനെ സർവ്വ ഗുണ്ടകൾക്കും ഇങ്ങനെയൊക്കെ ചില പേരുകളൊക്കെ അവർ സ്വയം ഉണ്ടാക്കും. അവരുടെ ചില ഫാൻസ് അസോസിയേഷനെ കൊണ്ട് അത്തരം പേരുകളൊക്കെ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് ഈ ഗുണ്ടകളുടെ ഒരു പൊതു രീതി അങ്ങനെയാണ്. അത് കാക്കിയിട്ട് ഗുണ്ടയാലും അല്ലാത്ത ഗുണ്ടയാലും ഒക്കെ അവരവരുടെ ചില ഈ വട്ടപ്പേരൊക്കെ ഉണ്ടാക്കും. ഈ ക്രൂരനെ ആ രീതിയിൽ ആണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ കക്ഷി ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സഹപ്രവർത്തകരൊക്കെ അവിടെയുണ്ട്, അവരെ കൂടി നിൽക്കുന്നുണ്ട്. ഇത്രയും ഇങ്ങനെയും ക്രൂരം ചെയ്തിട്ട് അയാളെ പിടിച്ചു മാറ്റുന്നില്ല എന്നുള്ളതാ. അപ്പൊ ഇത് ഈ പ്രതാപചന്ദ്രൻ മാത്രമല്ല, അതിലേക്ക് നോക്കി കണ്ടു നിന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പ്രതികളാണ്. ഈ 1.5 കൊല്ലം അവര് നിയമത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. ഇതിപ്പോ ഈ ദൃശ്യം പുറത്തുനിന്ന് അതും അവരെ ജീവിതമായ കേസ് മുന്നോട്ട് നീങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ ലോകം കാണുന്നത്. അപ്പൊ ഇത്രയും ഇയാൾ മാത്രമല്ല, ഈ ക്രൂരത മാത്രമല്ല, ആ ക്രൂരത കണ്ടു നിന്ന മുഴുവൻ ആളുകളും തെറ്റുകാരാണ്. നിയമത്തിന് മുന്നിൽ മുഴുവൻ ആളുകളുടെ ഇയാളെ സസ്പെൻഷനല്ല ചെയ്യേണ്ടത്. ഇയാളുടെ പേരിൽ കേസെടുക്കണം, ഇയാളെ സഹായിച്ചവരുടെ പേരിൽ കേസെടുക്കണം, കോടതി കയറ്റണം. ഇങ്ങനെ ഒരു കൃത്യം ഈ മേലില് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നിരപരാധിയായ ഒരു സ്ത്രീയെ വെറുതെ സഹായപ്പെടുത്താൻ ശ്രമിക്കുക. അതെ, അവര് ഗർഭിണി കൂടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു യുവതിയാണത്. യുവതിയുടെ മാറിലേക്ക് തട്ടാൻ നമ്മൾ കാണുന്നില്ലേ? ഒരു യുവതിയെ പുരുഷൻ മാറിലേക്ക് തട്ടുന്ന ഒരു പ്രവണത എങ്ങനെയാണ് ഇതൊക്കെ ന്യായീകരിക്കാൻ കഴിയുക? ആർക്കാണ് ന്യായീകരിക്കാൻ കഴിയുക? ഏത് കോടതിയിൽ പോയാണ് ഇത് പറയുക? ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. തന്നെ ഇയാൾ എന്തോ മാനസിക വൈകൃതമുള്ള ഒരു കക്ഷിയാണെന്ന് നമുക്കൊക്കെ ഇത് മനസ്സിലാവുന്നത്. ഇയാൾ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ആഭാസരാക്കുന്ന രൂപത്തിൽ ഇയാൾ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിൽ താങ്കൾ പറഞ്ഞതുപോലെ മാനസികമായി എന്തോ പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു. മാനസിക പ്രശ്നമുള്ളവർക്ക് അതിന് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. അയാളെ കാക്കിയിട്ട് നിലനിർത്തുകയല്ല വേണ്ടത്. അയാളുടെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ബിനോയ് ആണ്. ശ്രീ ബിനോയ് കൊല്ലത്തു നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ബിനോയുടെ ടെലിഫോണിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ രവീന്ദ്രനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, ഇത്തരം പോലീസുകാർ എല്ലാ കാലത്തും സേനയിലുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മൾ മാറി എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണമായും മാറാതെ ഇത്തരക്കാർ ഇപ്പോഴും പ്രതാപശാലികളായൊക്കെ തുടരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു വലിയ തിരുത്തൽ ആവശ്യമല്ലേ? കറക്റ്റായിട്ടും വിവരണ ആവശ്യമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊന്നുമില്ല, ഒരുപാട് പേരുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കിരണ, ഇത്